നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമുള്ള എഡിറ്റിംഗ് ഡേറ്റ് ഇന്നാണ്. അപ്പോൾ എല്ലാ വിചാരം ചോദിക്കുന്നത് സമയം എപ്പോഴായിരിക്കുന്നതാണ്. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം എഡിറ്റിങ്ങിനുള്ള ടൈം കൊടുക്കാമെന്നാണ്. അപ്പോൾ എപ്പോൾ തുടങ്ങിയാലും നിങ്ങൾക്ക് 24 മണിക്കൂർ എഡിറ്റ് ചെയ്യാനുള്ള അവസരം കിട്ടുന്നതായിരിക്കും. പക്ഷേ വൺ ടൈമാണ് നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയുക. അപ്പോൾ നിങ്ങൾ എന്താ എഡിറ്റ് ചെയ്യണമെന്നൊന്ന് ഇപ്പോൾ തന്നെ പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടതാണ്. ഓക്കെ, ഇനി ആർക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുമെന്ന് പറയാം. നിങ്ങളെന്തെങ്കിലും തെറ്റായ വിവരങ്ങൾ നൽകിയിട്ട് അത് NCC ഗ്രേസ് മാർക്കിൻ്റെയോ മറ്റ് റിസർവേഷൻ്റെയോ അല്ലെങ്കിൽ ഡേറ്റ് ഓഫ് ബർത്ത് അങ്ങനെ എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ ഫോൺ നമ്പറും ഇമെയിൽ ഐഡിയും ആ ഒരു ക്യാപ്പയുടെ കാര്യങ്ങളൊന്നും എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ബാക്കിയെല്ലാം എഡിറ്റ് ചെയ്യാൻ കഴിയും. ഓക്കെ, പിന്നെ അടുത്ത വിഭാഗം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് സെക്കൻഡ് ആൽബം കിട്ടിയിട്ട് ആ ഒരു ഓപ്ഷൻ വെച്ച വിദ്യാർത്ഥികൾക്ക് എഡിറ്റ് ചെയ്യാൻ കഴിയും. അപ്പോൾ അവർക്ക് ആവശ്യമെങ്കിൽ എഡിറ്റ് ചെയ്യാവുന്നതാണ്. കോളേജ് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ആവശ്യമില്ലാതെ കോളേജ് റിമൂവ് ചെയ്ത് റീഅറേഞ്ച് ചെയ്യാനൊക്കെ കഴിയുന്നതായിരിക്കും. പിന്നെ ഒരു വിഭാഗം എന്ന് പറയുമ്പോൾ ഇതൊരു ലഭിക്കാത്ത വിദ്യാർത്ഥികൾക്ക് വീണ്ടും കോളേജ് ആഡ് ചെയ്യാം. പക്ഷേ 20 എണ്ണമാണ് മാക്സിമം പറ്റും. അപ്പോൾ റീഅറേഞ്ച് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. അപ്പോൾ നിങ്ങൾ പ്രീവിയസ് ഇൻഡെക്സ് മാർക്ക് നോക്കിയിട്ട് ഒന്ന് ചെയ്ത് വെച്ചിരിക്കുക എന്താ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ അതനുസരിച്ചിട്ട് ചെയ്യുക. വൺ ടൈമാണ് അവിടെ ചെയ്യാൻ കഴിയുള്ളൂ. ഓക്കെ, പിന്നെ ചില വിദ്യാർത്ഥികൾ ചെയ്യാൻ കഴിയില്ല. അതായത് ഫസ്റ്റ് ഓപ്ഷൻ കിട്ടിയ വിദ്യാർത്ഥികൾക്ക് എഡിറ്റിംഗ് കഴിയില്ല. പിന്നെ ആ ഓപ്ഷൻസ് ക്യാൻസൽ ചെയ്ത വിദ്യാർത്ഥികൾക്കും ഇവിടെ എഡിറ്റിംഗ് പോസിബിൾ അല്ല. ഓക്കെ, അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചിരിക്കാം. പിന്നെ നിങ്ങൾക്ക് ഫോണിൽ ചെയ്യാൻ പറ്റുമെന്ന് ചില വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. മൊബൈലിൽ ചെയ്യാം, പക്ഷേ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെങ്കിൽ അത് ബാക്ക് പോയിട്ട് പിന്നെ നിങ്ങൾക്ക് തേർഡ് ആപ്പിൽ പരിഗണിക്കാത്തൊരവസ്ഥ വരരുത്. അപ്പോൾ നോക്കി ചെയ്യാം. ഓക്കെ, അങ്ങനെ പറയാനുള്ളത്. അപ്പോൾ ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അങ്ങനെ ബാക്ക് വന്നിട്ട് ആ എഡിറ്റിംഗ് നടക്കാണ്ട് അതിൽ പരിഗണിക്കാത്തൊരവസ്ഥ വരരുത് തേർഡ് അലോട്ട്മെൻറ്റിലേക്ക്. ഇവിടെ തേർഡ് അലോട്ട്മെൻറ്റ് വരുന്നത് 9-ാം തീയതിയാണ് ഡേറ്റ് കിടക്കുന്നത്. ഓക്കെ, അതിൻ്റെ ഒരു മാറ്റം വന്നിരുന്നു, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നു വിചാരിക്കുന്നു. പിന്നെ തുടർന്നുള്ള അപ്ഡേറ്റുകൾ നമ്മളവിടെ വാട്സപ്പ് ഗ്രൂപ്പിൽ നൽകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് ജോയിൻ ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ എഡിറ്റിംഗുമായി ബന്ധപ്പെട്ട് എന്ത് സംശയങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.